ചട്ടങ്ങൾ കാറ്റിൽ പറത്തി സ്വകാര്യ ഏജൻസികളെ സഹായിക്കാൻ സർക്കാരിൻ്റെ നീക്കം. കേരള സംസ്ഥാന വിമുക്ത ഭട വികസന പുനരധിവാസ കോർപ്പറേഷൻ വഴി നിയമിച്ച സെക്യൂരിറ്റി ജീവനക്കാരെ പുറത്താക്കാനാണ് ശ്രമം. തിരുവനന്തപുരത്തെ എക്സ് സർവീസ്മെൻ മൾട്ടി ലെവൽ കാർ പാർക്കിങ്ങിലെ ജീവനക്കാരെയാണ് ഇത്തരത്തിൽ ഒഴിവാക്കുന്നത്. സ്വകാര്യ പങ്കാളിത്തം തേടിയുള്ള ഉത്തരവിൻ്റെ പകർപ്പ് ജനൻ ടിവിക്ക് ലഭിച്ചു. സൈനിക ക്ഷേമ വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കെക്സോൺ വഴിയാണ് സർക്കാർ സ്ഥാപനങ്ങളിൽ സെക്യൂരിറ്റി ജീവനക്കാരെ നിയമിക്കുക. കെക്സോൺ വഴി മാത്രമേ നിയമനം നടത്താവൂ എന്നതാണ് ചട്ടം. എന്നാൽ ചട്ടങ്ങൾ കാറ്റിൽ പറത്തി സ്വകാര്യ ഏജൻസികളെ സഹായിക്കാനാണ് സർക്കാർ നീക്കം. മൂന്ന് മാസമായിട്ട് കെക്സ്കോണിൻ്റെ കീഴിൽ കെക്സ്കോൺ എൻഗേജ് ചെയ്ത സ്മാർട്ട് സിറ്റിയിലേക്ക് കൊടുത്ത ഈ എംപ്ലോയീസിന് 3 മാസമായിട്ട് സാലറി കൊടുക്കാതിരിക്കാൻ കാരണം അവർ കോൺട്രാക്റ്റ് റിന്യൂ ചെയ്തിട്ടില്ല എന്നുള്ളൊരു കാരണം കൊണ്ടാണ്. കോൺട്രാക്റ്റ് റിന്യൂ ചെയ്യാതിരിക്കാനായിട്ട് ഈ ഗവൺമെൻറ് ഓർഡേഴ്സ് പ്രകാരം സാധ്യമല്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ മറ്റൊരു പ്രൈവറ്റ് ഏജൻസിയെ ഇത് ഏൽപ്പിക്കാൻ സാധിക്കില്ല എന്ന് നമ്മൾ അറിയുമ്പോൾ സ്മാർട്ട് സിറ്റി പ്രൊജക്റ്റ് തന്നെ ഒരു നോട്ടിഫിക്കേഷൻ കൊടുത്തിരിക്കുന്നു ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് ആൾക്കാരെ എടുക്കാൻ. കേരള സംസ്ഥാന വിമുക്ത ഭട വികസന പുനരധിവാസ കോർപ്പറേഷൻ വഴി തിരുവനന്തപുരത്തെ മൾട്ടി ലെവൽ കാർ പാർക്കിംഗിൽ നിയമിച്ച 12ഓളം വിമുക്ത ഭടന്മാർക്ക് 3 മാസമായി ശമ്പളം നൽകിയിട്ടില്ല. കരാർ പുതുക്കി നൽകാതെ ഇവരെ ഒഴിവാക്കാനാണ് ശ്രമമെന്നാണ് പരാതി. ഒരു 3 മാസമായിട്ട് നമുക്ക് ശമ്പളം തരുന്നില്ല. അത് തരാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ കെയറിൻ്റെ ഒരു പ്രൊജക്റ്റ് വന്നായിരുന്നു. ഇതിൻ്റെ 4ാമത്തെ നിലയിൽ ഒരു കെയറിൻ്റെ ഒരു പ്രൊജക്റ്റ് വന്നായിരുന്നു. അപ്പോൾ അത് വേണ്ടപ്പെട്ട അധികാരികൾ അവർ അതിൻ്റെ സാങ്ഷൻ വാങ്ങിച്ചിട്ടാണ് അവർ വർക്ക് തുടങ്ങിയത്. ഇവിടെ വർക്ക് ചെയ്യാൻ വരുന്ന സമയത്ത് നമ്മൾ അത് വർക്ക് ചെയ്യുന്നെന്നുള്ള ഇൻഫോം സ്മാർട്ട് സിറ്റി അറിയിക്കുകയുണ്ടായി. എന്നാൽ ഇതിൻ്റെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആവുന്ന സമയത്ത് സ്മാർട്ട് സിറ്റി പറയുന്നത് ഇവിടുത്തെ സെക്യൂരിറ്റി സ്റ്റാഫ് സ്മാർട്ട് സിറ്റിയെ അറിയിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അത് കാരണത്താലാണ് അവർ ഏകദേശം ഇപ്പോൾ ഒരു 3 മാസമായിട്ട് നമ്മളെ ശമ്പളം തടഞ്ഞു വെച്ചിരിക്കുന്നത്. പല കാരണങ്ങൾ പറഞ്ഞ് സ്മാർട്ട് സിറ്റി ശമ്പളം തടഞ്ഞു വെച്ചിരിക്കുകയാണെന്നും ജീവനക്കാർ പറയുന്നു. ഏറെക്കാലം രാജ്യത്തിനു വേണ്ടി സേവനമനുഷ്ഠിച്ചവരോടാണ് ഈ അവഗണന. സ്വകാര്യ ഏജൻസികളെ സഹായിക്കാനുള്ള നീക്കത്തിൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് വിമുക്ത ഭടന്മാരുടെ തീരുമാനം. രശ്മി കാർത്തിക, ജനം, തിരുവനന്തപുരം.